ഇന്ന് ഞാൻ സംഭവം എന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ്. WBC വണ്ടി പോട്ടെ. അതെ പോട്ടെ. ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതാ ലേബർ നിയമം. KPTTCയുടെ നിയമം ഇങ്ങനെയാണ്. നിയമം കയ്യിലിരിക്കത്തേ ഉള്ളു കേട്ടോ. ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മുതൽ വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടുമല്ലോ. അതുകൊണ്ടാ നിന്നെ നിന്നെ ശരിയാക്കി തരാം. അയ്യോ ഇതിനടിച്ച് വണ്ടി നിർത്താൻ. അയ്യോ അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു. അത് വിറ്റാൽ എത്ര രൂപ കിട്ടും? 2000 അല്ലെങ്കിൽ 3000? ബാക്കി രൂപ നിങ്ങൾ തരുമോ? അല്ല, അത് കിട്ടിയ ഒന്നുമില്ലേലും എന്റെ 500 രൂപ. പക്ഷേ എച്ചിത്തരം പറയരുത് കേട്ടാ. ഒരുത്തരം ഇവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയം പൂട്ടിയിരിക്കുക. അപ്പോഴാ മനസാക്ഷിയില്ല സംസാരിക്കരുത്. പക്ഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത്. ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ? പിന്നെ അങ്ങനെ ജീവിച്ചാലേ യവന് നന്ദിനെ കിട്ടൂല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ? അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചു തരുമോ? കെട്ടുവെന്ന് മാത്രമല്ല, അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന 5 ഏക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. ദുബായി പോന്നെന്നും പറഞ്ഞ് അച്യുതൻ കുറച്ചു നാൾ ഒളിച്ചു താമസിക്കട്ടെ. അച്യുത, ആലോചിക്കാവുന്ന ഒരു വഴിയാണല്ലോ അത്. എടാ, ഇതൊന്നും അമ്മാവൻ വിശ്വസിക്കത്തില്ല. അതെന്താ? ആദ്യം നാട്ടിൽ മുഴുവൻ കനത്ത പബ്ലിസിറ്റി കൊടുക്കുക ദുബായ് പോവാണ് എന്ന്. ഉരുളംപാറയില് എന്റെ ഫ്രണ്ടിന്റെ ഒരു ലോഡ്ജ് ഉണ്ട്. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരൊറ്റ കുഞ്ഞറിയത്തുമില്ല. പക്ഷെ അവിടെ വാടക കൊടുക്കാനും ചെലവ് കഴിയാനും ഒക്കെ എന്താ വഴി? അത് നമ്മുടെ കണ്ടക്ടർ വിചാരിച്ച നടക്കും. എന്താ അച്യുത, ഇത് നടന്നാൽ കൊള്ളാം. തീർച്ചയായും നടക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ വെച്ച് നീട്ടേണ്ട കാര്യമില്ല. നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി തുടങ്ങും. എടാ ഉമ്മറേ, മുറിയിലൊന്നും വെള്ളമില്ലല്ലോ. ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം വെള്ളം എടുത്തോളാ നമുക്ക്. ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റൗവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചാട്ടെ. ചുവരിലാ കരിയ. പുറത്ത് വെച്ചാ സ്റ്റൗ കാറ്റുകൊണ്ട് കത്തില്ല കോയാ. കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. 1 മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല, നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടുതലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്നത് ഞമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ. നിങ്ങളെ പോലത്തെ ആസാമികളെ താമസിപ്പിക്കുന്നത് നമുക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയെ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാടക തരില്ല എന്ന്? എപ്പോ? നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ, എല്ലാം കൂടി 100 രൂപയായി. അല്ല, ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങൾ അമ്മ നമ്മളെ പിടിച്ച് ജയിലിന്റെ അകത്താക്കും. മാഷേ, അതൊന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാ മതി. ബാക്കി പവിത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സലാണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണോ? അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ, നാദിയ മൊയ്തു, ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മിൽ പെയിന്റ് അടിക്കല്ലേ. നമുക്ക് നോക്കാം. ഇതാ പിടിച്ചോളൂ. ഇത് കറക്റ്റ് അറബി. അജുദ് മാമ, അദാനി അദാനി അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം.
ഇരിക്കാം. Sit. സാത്തേക്ക് സാത്തേക്ക് സാത്തേക്ക്. നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ. ബബ്ബറു. ഇനി സാത്തേക്ക്. അമ്മ സാത്തേക്ക്. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദിന്റെ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. മയബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോറയാ? അച്യുത് മാമ കലാമി സേവിധാൻ. എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അച്യുത് മാമ കലാമി സേവിധാൻ. സൊന്നാദ് മധു കാട്ടിക്. അതാ ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു മലയാളം? വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരന്ന ബഴക്കോ കൊടച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ എന്ത് ഹറാമേ, ഹറാമേ. വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. തീപ്പെട്ടി ഉണ്ടോ? ലൈറ്റ് ഇറങ്ങി വന്നിട്ട് പോ. ഇത് കൊള്ളാമെന്ന് ലൈറ്റ് ഇറങ്ങി വന്നിട്ട് കൂടാ. ഇങ്ങനെ ചോര എടാ ദ്രോഹി. അയ്യോ അയ്യോ, സൈക്കിൾ ചവിട്ടി എന്റെ അട പോലും പോയാ. എന്തുപറ്റി? അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ. പിശാച്ച് വരുന്നു. എവിടെയാ തെണ്ടി? ആര്? ആ സൈക്കിൾ വന്നില്ലേ? അവൻ തന്നെ. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇത് കണ്ടോ, എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അടിച്ചവന്റെ മോന്ത ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാൻ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന് എന്റെ പൊന്ന് സാറെ, ക്ഷമിച്ചുകളാ. ലോകത്തോരു ഡോക്ടർമാരില്ലേ ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ? പ്രാന്തായിപ്പോയി. ഭ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും. അത് പോലും പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല.
എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. ഉവ്വ് ഉവ്വ്.